കാരണം നീ കഴിച്ചാൽ എന്റെ പേരെന്നറിയും. കാരണം നമ്മൾ രണ്ടല്ലല്ലോ, ഒന്നല്ലേ. ഇന്നലെ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോ പേടിച്ചു. ചന്ദ്രനെ കാണുന്നില്ല. പിന്നല്ലേ ഓർത്തത് ചന്ദ്രൻ എൻ്റെ ഇവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യാറുണ്ടെന്ന്. അപ്പൊ കർത്താവിന് അമാവാസിക്ക് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. ആ ക്രെഡിറ്റും അവക്ക്. ഇനി ഒരു 10 മിനിറ്റോടെ നീ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ നീ ഒരു കൊലയാളിയായി മാറും. നിന്റെ ഓരോ നോട്ടവും എന്നെ ഇഞ്ചിച്ചായി കൊന്നോണ്ടിരിക്കുകയാണ് സുസു. എന്നെ അങ്ങ് കൊല്ലെന്നെ അങ്ങ്. നിന്റെ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശില്പിയായിരുന്നു. ഓർക്കട്ടെ. ഇല്ലെങ്കിൽ ഇത്ര മനോഹരമായ ശില്പം പണിഞ്ഞിറക്കും അദ്ദേഹം. നമ്മുടെ തന്തയും പണിഞ്ഞിറക്കി പോയല്ലോ ഒരു ദേഹം. സുസു, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരൂ. താങ്ക്സ്. നിന്റെ സംസാരം പോലും പാട്ടായിട്ടാണ് എന്റെ ചെവി കേൾക്കുന്നത്. ലൈക്ക് എ മെലഡി മിഠായി. നമുക്കുണ്ടാവുന്ന കൊച്ചിനെ ഇതുപോലിട്ട് വളർത്തണം. ഇതെന്തോന്ന് കടലേ ശരിയാക്കി തരാടാ. ചോദിച്ചാലും തറവളച്ചാലും പൊടിയൊഴുകുന്നുള്ള. അച്ഛാ എംബോക്കി. ഇപ്പൊ അച്ഛനെ എംബോക്കിയും പരനാറിയും ഒക്കെ ആയിട്ട് തോന്നും. 3 നേരം ഫുഡ് കഴിക്കാൻ തന്നെ. അതല്ല, അച്ഛന്റെ മോനെ വൃത്തിയായിട്ട് രൂപം കാണണോ? അത് പൊക്കി. വർഷങ്ങളായിട്ട് കാണുമല്ലേ, മാറ്റമൊന്നുമില്ല. ഞാനല്ല, നിങ്ങളെ ഇളയ മോനെ അന്യമത സംസ്ഥാന പെണ്ണുമായിട്ടൊരു ബന്ധം. അന്യമതസ്ഥരെന്നാണോ ഉദ്ദേശിച്ചത്? ആരുമായിട്ടായാലും ബന്ധം. വിളിക്കാവനെ. എന്തോ പറയണമെന്ന് അറിഞ്ഞുടച്ചോ. കടുപ്പത്തി ഒരു ചായ പറയട്ട. എനിക്ക് അച്ഛൻ്റെ മുഖത്തോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി സംസാരിക്കും. അച്ഛൻ ഞങ്ങൾ പ്രേമത്തില്ല. കഴിവറ മോനെ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കില്ലേ അച്ഛൻ? നീയാണോ പ്രേമിക്കുന്ന? പരകൃഷ്ണ. പാറാകൃഷ്ണ. അച്ഛൻ അവർക്ക് കൊല്ലത്ത് കുറെ അണ്ടിയാപ്പീസ് ഒക്കെ ഉണ്ട്. എന്നെ കൂടി ഇടാന്ന് പറഞ്ഞു. അണ്ടിയുടെ കൂടെ ചാക്കിലായിരിക്കും. അതിലൊരു അണ്ടിയാപ്പീസ് എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞു. 1 കിലോ അണ്ടിപ്പരിപ്പരാന്നല്ലായിരിക്കും. അച്ഛ, അവർക്ക് മൂന്നാറിൽ കുറെ തേയിലത്തോട്ടോ റിസോർട്ടും ഒക്കെ ഉണ്ട്. ഉയരം കൂടുന്തോറും വീഴാനുള്ള സാധ്യത കൂടുവോ? അല്ല, ജീവിതത്തിന്റെ സ്വാദ് കൂടും. ഇതെല്ലാം നിനക്കുള്ള തന്നെ. ഒറ്റ മോളല്ലേ, ഒക്കെ നമുക്ക് തന്നെ. ഐ ആം ഓക്കെ. അച്ഛ മതം മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ഉണ്ടാക്കല്ലേ, എനിക്കിട്ടുണ്ടാക്കല്ലേ. ആരാ തന്ത? താൻ. ഞാനല്ല. ഇത്ര നല്ല ബന്ധം വേറെ എനിക്കുണ്ട് ബന്ധം. എന്തോന്ന് മലബന്ധം? 1 കിലോ അണ്ടിപ്പരിപ്പിലും 1/2 കിലോ തേയിലയിലും താനങ്ങ് വിതപ്പി. നാളെ തന്നെ പോയി ഉറപ്പിക്കാം.